എൻ്റെ ചേട്ടന് റോസപ്പൂ മേടിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ റോസപ്പൂ കിട്ടാത്ത കാരണമാണ് ഇത് മേടിച്ചത്. കേട്ടോ, ഒരെണ്ണത്തിന് 25 രൂപയാണ്. ഒരു പ്ലാനിങ്ങിൻ്റെ കഥ പുള്ളി ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ച് പറയുമെന്ന് ഞാനും വിചാരിച്ചില്ല. എന്താ പറയുക, ഇന്നലെ എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് മുന്നേ ആരെയാണ് കൂടെയുള്ളത്? ഞാനാണ്, ആര്യ. അതെ, ഇന്നലെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് സർപ്രൈസ് കൊടുത്തതാണ്. കേക്കെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് റോസാപ്പൂ വേണമെന്ന് പറഞ്ഞായിരുന്നു. അത് കിട്ടാത്തതുകൊണ്ട് ഈ ഫ്ലവറാണ് അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷേ ഫ്ലവറൊക്കെ കിട്ടിയപ്പോൾ എൻ്റെ കെട്ടിയവൻ്റെ മുഖത്ത് ഞാൻ കാണാത്ത ഭയങ്കര എക്സ്പ്രഷൻ. നാണമാണോ ചിരിയാണോ എനിക്കറിയത്തില്ല. പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ കേക്ക് കൊടുക്കുമെന്നുള്ളത്. അത് വെച്ച് ഇങ്ങനെ കുറേ നേരം കറക്കി കൊണ്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. എന്താ ഇവർക്ക് പറ്റിയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ക്യാപ്പൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴാണ് ഈ ഒരു ബ്ലാസ്റ്റിങ്. അപ്പോൾ ചേട്ടൻ പറയാം, അവളല്ലേ കേക്ക് വെച്ചേക്കണം, അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമെന്ന്. അത്ര വിശ്വാസമാണ് എന്നെ. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തു. അവരെല്ലാം കൂടെ കേക്ക് കഴിക്കണം. നമ്മളെ ചേച്ചി വീഡിയോ കളയുന്നുണ്ട്. അടുത്ത് നിൽപ്പുണ്ടുള്ളതാണ് മൂത്ത ആൾ. ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. ചേച്ചി അവർ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചിയാണ് വീഡിയോ ഒക്കെ മൊത്തം ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് തന്നപ്പോൾ പുള്ളിക്ക് ചിരിയാണോ എന്തെന്നറിയത്തില്ല. അയ്യോ, ഒരു കിളി പോയ ലെവലിലായിരുന്നു. ഇതാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ. അസിസ്റ്റൻറ്റ് ചെയർമാനാണ് വീഡിയോ എടുത്ത് തരുന്നത്. പിന്നെ 2 മക്കളുണ്ട്. ഒരാൾക്ക് ചേട്ടൻ ഇപ്പോഴെങ്ങാനോ കേക്ക് കൊടുക്കും. ഇതാണ് മൂത്ത ആൾ. ഇളയാൾ എവിടെയോ കറങ്ങി നിൽപ്പുണ്ട്. പിന്നെ അവർ ഫുഡെല്ലാം കഴിച്ചിട്ട് അവർ ദിവസം പിരിഞ്ഞു. ചേട്ടൻ സർപ്രൈസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചില്ലടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു കെട്ടിയോനെ. അത്രയേ ഉള്ളൂ. ടാറ്റാ.